നമ്മളെ നാട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, എന്നിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ മേഖലയിൽ അവർക്ക് ജോലി ലഭിക്കുന്നില്ല. അപ്പോൾ പിന്നീട് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബിസിനസ് എന്ന് വിചാരിച്ച് പലരും ബിസിനസ് മേഖലയിലേക്ക് വരുന്നു. ആ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് സക്സസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അയാളുടെ ആദ്യത്തെ ഗോൾ റവന്യൂ ഗ്രോത്തിലേക്ക് അയാളെ ബിസിനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഓപ്പറേഷൻസിലൂടെ റവന്യൂ ഉണ്ടാക്കണം. നല്ല സെയിൽ അഥവാ നല്ല റവന്യൂ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ഓൺട്രപ്രണർ അഥവാ ഒരു ബിസിനസ്മാന് ധാരാളം സ്കിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, അയാൾക്ക് ഫിനാൻഷ്യൽ സെഗ്മെന്റിൽ നല്ല സ്കിൽ സെറ്റ് വേണം. രണ്ട്, സെയിൽസിൽ അയാൾക്ക് നല്ല സ്കില്ല് വേണം. പ്രത്യേകിച്ച് ക്ലോസിംഗ് സ്കിൽ ഒരു ഓൺട്രപ്രണർ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. തങ്ങളുടെ ബിസിനസ്സിൽ ടീമിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനുള്ള ടീം മാനേജ്മെന്റ് സ്കിൽ ഉണ്ടായിരിക്കണം. ആ ബിസിനസ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അയാൾക്ക് ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് അയാൾക്ക് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യാനുള്ള സ്കില്ല് വേണം. റിസ്ക് മാനേജ്മെന്റ് സ്കില്ലും ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സ്പാൻഷൻ സ്റ്റേജിലേക്കും ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷനിലേക്കും ഒക്കെ മാറണം. അപ്പൊ ഇതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യ സ്റ്റേജായ റവന്യൂ ഗ്രോത്ത് അഥവാ അയാളെ കോർ ഓപ്പറേഷൻസിലൂടെ മാത്രം അയാൾക്ക് മാക്സിമം സെയിൽ എടുത്ത് അതിലൂടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ എന്നാണോ അയാൾക്ക് അതിന്റെ കേപ്പബിലിറ്റി വരുന്നത്, അന്ന് തൊട്ട് അയാൾക്ക് നല്ലൊരു ബിസിനസ് മാർക്കറ്റിൽ എവിടെയും അയാൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും.